ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ കോളിഫ്ലവർ ചില്ലി ഗോപിയാണ്. വെജിറ്റേറിയൻ ഡിഷായത്. എല്ലാ ഇതിലെ ഇൻഗ്രീഡിയൻസ് വെജിറ്റേറിയൻ മാത്രമേ ഉള്ളൂ. ഏകദേശം ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് ആ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1/2 കിലോ കോളിഫ്ലവർ ഞാൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേ പീസാക്കി വേണം മുറിച്ചെടുക്കാൻ. ഇനി നമുക്കിതൊന്ന് വൃത്തിയാക്കി എടുക്കണം. ഈ കോളിഫ്ലവറിനകത്ത് അഴുക്കും പുഴുവും ഒക്കെ കാണും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വാടി കിട്ടണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്കിട്ട് 10 മിനിറ്റ് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കൊണ്ട് നല്ല വെന്ത് വാടി കിട്ടും. ഒത്തിരി നേരം വെച്ചാൽ ഇത് വെന്ത് പോവേ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത കോളിഫ്ലവർ ഞാനൊരു ടിഷ്യൂ കൊണ്ട് വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോയാൽ ഇത് പൊടിഞ്ഞു പോകും. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പീസസ് ആയിട്ട് കിട്ടണം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നമ്മുടെ പിരിയ മുളക് പൊടിയ. ഇതാകുമ്പോൾ നല്ല കളറും ഉണ്ടാവും, അധികം എരിയും ഉണ്ടാകുകയില്ല. പിന്നെ അതിലേക്ക് 1 സ്പൂൺ നിറച്ച് കോൺഫ്ലോർ, പിന്നെ 1.5 സ്പൂൺ മൈദപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യണം. ഒരു ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ മിക്സ് ചെയ്തെടുത്തേച്ചാൽ മതി. പക്ഷേ എന്തായാലും ഒട്ടും പൊടിഞ്ഞു പോകരുത്. പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ ശരിയാകുകയില്ല. അല്ലെങ്കിൽ ഇത് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുത്താലും മതി, എല്ലായിടത്തും ഇത് പിടിച്ചോളും. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും നമ്മുടെ പൊടി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിൽ ഇത്തിരി കൂടെ കട്ടിയുള്ളൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. ഒരു സ്പൂൺ മൈദപ്പൊടി, 1 സ്പൂൺ കോൺഫ്ലോർ, ഏകദേശം 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടില്ലായിരുന്നു. എരിവിന് വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല, നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചോ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് അതിന് ശേഷം ഇത് ബാറ്ററാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ചേർക്കൽ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കോളിഫ്ലവറിലെ ഈ ബാറ്റർ പിടിക്കത്തില്ല. ഇതിലേക്ക് ഒരു കോഴിമുട്ട ഉടച്ച് ചേർത്ത് മിക്സ് ചെയ്യണം. കോഴിമുട്ടയും ഈ കോൺഫ്ലവറും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കോളിഫ്ലവർ ഇത് നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. ഇനി അതും കൂടി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് തിക്കായ പാകത്തിൽ നമുക്ക് കിട്ടും. ഇതുപോലെ കൺസിസ്റ്റൻസി കറക്റ്റായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ലാസ്റ്റ് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഞാൻ. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ 1/2 സ്പൂൺ ചേർത്താൽ നല്ല കോളിഫ്ലവർ ഫ്രൈ ആക്കുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതൊക്കെ ഓപ്ഷനല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി അതൊന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവറിലേക്ക് ഇത് ചേർത്ത് ഇളക്കിയെടുക്കണം. ഇപ്പം കറക്റ്റ് പാകത്തിന് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ ബാറ്റർ കോളിഫ്ലവറിലേക്ക് ചേർക്കുന്ന സമയത്ത് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിലുള്ള കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുവാണെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാം വേറെ വേറെ ആയിട്ട് കിടക്കും. ഇപ്പം നമ്മുടെ
വെള്ളം കറക്റ്റായിട്ടിട്ട് ആ തിക്നെസ് കറക്റ്റായിട്ടുണ്ട്. ഇത് ഒരു ഫോർക്ക് കൊണ്ട് ഇളക്കി എല്ലായിടവും യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ എല്ലായിടത്തും ബാറ്റർ പിടിച്ചിട്ടുണ്ട്. ആ പൗഡർ എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പാനിൽ ഞാൻ ഒഴിച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. സാധാരണ പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർക്കാവുള്ളൂ. വെളിച്ചെണ്ണയിൽ ഇത് ഉണ്ടാക്കത്തില്ല, നെയ്യിലും ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കോളിഫ്ലവർ ആയിട്ട് എടുത്തിട്ട് ഫ്രൈ ആക്കണം. അടുപ്പിച്ചടുപ്പിച്ചിട്ടില്ല, ഇച്ചിരി അകത്തി വേണം ഇടാൻ, അല്ലെ കട്ട കിട്ടും. ഇത് സിം മോഡിലിട്ട് വേണം ഫ്രൈ ആക്കാൻ, അല്ലെ അകം വേകുകയില്ല. പുറം ക്രിസ്പി ആകണേ സിം മോഡിലിട്ട് വെന്താലേ ഉള്ളൂ നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമ്മൾ ബാറ്ററാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ മൊത്തം ഫ്രൈ ആക്കി എടുക്കണം. ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ ഒട്ടും ഒട്ടാതെ നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. അത് തന്നെയല്ല, നല്ല ഡീപ്പ് ഫ്രൈ ആണിത്. ഗോൾഡൻ ബ്രൗൺ ആകുന്നവർ ഇത് ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിടക്കത്തുള്ളൂ ചില്ലി ഗോബി ഉണ്ടാക്കുമ്പോഴത്തേക്ക്. ഏകദേശം ഇപ്പോൾ ഇത് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു വിട്ടിത് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം തീർത്തും കുറച്ച് വേണം വേവിക്കാൻ, ഇല്ലെങ്കിൽ അകം വേകുകയില്ല, പുറം കരിഞ്ഞും പോവും. അങ്ങനെ ബാക്കി ഇരിക്കുന്ന കോളിഫ്ലവറും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ 2 ഭാഗവും മൂത്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറൊക്കെ ചേഞ്ചായി നമുക്ക് വേണ്ട പാകത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. അതിനുശേഷം നമുക്കിതിനെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കണം. ഇത് വറുത്തെടുത്ത അതേ ഓയിൽ തന്നെ ഞാൻ 2 സ്പൂണിന് ഒരു പാനിലേക്ക് ഒഴിക്കുന്നുണ്ട്. ആ എണ്ണ തന്നെ എടുത്തേച്ചാൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഗ്രേവിക്ക്. ഇനി ഞാൻ സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഷാലോ ഫ്രൈ ആകാവുള്ളൂ, ഒന്നും ഡീപ് ഫ്രൈ ആകാതെ കളറും മാറില്ല വെജിറ്റബിൾസിൻ്റെ. ഇനി ഒരു വലിയ 5 വെളുത്തുള്ളി അല്ലി വട്ടത്തി അരിഞ്ഞിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഞാൻ ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. 4 പച്ചമുളക് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ആഡ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് ഒരു വലിയ സവോള ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഷാലോ ഫ്രൈ ആയാൽ മതി. ആ സവോള ഇതിലേക്ക് ആഡ് ചെയ്യാം. സവോള ചേർത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തേച്ചാൽ മതി. ഒരുപാട് കുക്കൊന്നും ആവണ്ട. ഇപ്പോൾ ഇഞ്ചി സവോളയും പച്ചമുളകും ഒക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വലിയൊരു ക്യാപ്സിക്കം ഞാൻ ക്യൂബായിട്ട് ഇതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഈ ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ കളറ് നല്ല ഭംഗിയായത് കാണുമ്പോഴത്തേക്ക്. കഴിക്കാൻ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഒക്കെ കളർഫുള്ളായിട്ടുള്ള നല്ല ടേസ്റ്റുമാണ്. ഒരു ചൊവയില്ലാത്ത ഒരു വെജിറ്റബിളാണ് ക്യാപ്സിക്കം. ഇതുപോലെ തന്നെ പച്ച ക്യാപ്സിക്കവും ഞാൻ വലിയ ഒരെണ്ണം ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതെല്ലാം ഒരു ഹാഫ് ബോയിലിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രധാന ചേരുവയായ സോസുകളാണ്. ഏകദേശം 1.5 സ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. 1 സ്പൂണോളം ചില്ലി സോസ്, 1/2 സ്പൂൺ സോയാ സോസ്. ഇത്രയും സോസുകൾ മതി നമുക്കിതിൽ. സോയാ സോസ് ചേർക്കുമ്പോഴത്തേക്ക് മാത്രം ശ്രദ്ധിക്കണം, കാരണം ഉപ്പിൻ്റെ കണ്ടൻറ്റ് അതിൽ കൂടുതലാണ്. അത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള 1 സ്പൂൺ വിനെഗറാണ്.
ഉപ്പും എരിവും പുളിയും എല്ലാം ഉള്ളൊരു ഡിഷാണ് ഇത്. വിനെഗർ ചേർത്തതിന് ശേഷം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സോസുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ചേർക്കാനുള്ള 1 സ്പൂൺ പഞ്ചസാരയാണ്. എരിവും ഉപ്പും മധുരവും എല്ലാം ബാലൻസ് ചെയ്യുന്ന ഒരു റെസിപ്പിയായത്. ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് വന്നാലേ ഉള്ളൂ ഈ ചില്ലി ഗോബി ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ വിനെഗർ ചേർത്ത് കൊടുത്തില്ലേ, അതിൻ്റെ അതേ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. 1/2 സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനല്ല, കാരണം ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് ചേർത്തിരിക്കുന്നത്. എരിവ് കുറവുള്ളതുപോലെ തോന്നി. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി എല്ലായിടവും പിടിപ്പിക്കണം. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഈ പാകം ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഈ സ്പ്രിംഗ് ഒനിയനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അഴുക്ക് ചൊവയൊന്നും ഇല്ലാത്ത സാധനമാണ്. അതൊക്കെ എത്ര ചേർത്താലും നല്ലൊരു ഫ്ലേവറും നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റുള്ള ചില്ലി ഗോബി ഇവിടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വെജിറ്റബിൾസ് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയായത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായമൊക്കെ അറിയിക്കണം. ഞങ്ങൾ ഇനി വേറൊരു വീഡിയോയിൽ ഇതിലും നല്ല റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.